ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീടിന് അടുത്ത് തന്നെ ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഉള്ളൊരു ടൂറിസ്റ്റ് പ്ലേസിലോട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, ബോർഡ് കണ്ടില്ലേ, ഗ്രീൻ ഹൗസ് വയ്യാങ്കര ടൂറിസം. അതായത് ഇവിടെ ഞാൻ ഒത്തിരി നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമാണ്, പക്ഷേ എനിക്ക് പറ്റിയില്ല. ഇന്നാണ് അതിനുള്ള കറക്റ്റ് ടൈമാണ് കിട്ടിയത്. ആദ്യം ടീമും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് നമ്മുടെ വയ്യാങ്കര ടൂറിസത്തിൻ്റെ മറ്റൊരു പേര്. കണ്ടോ, ഇത് ഇവയാണ്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കും നമ്മളങ്ങോട്ട് പോകാൻ വേണ്ടി. നല്ലൊരു ഇറക്കമൊക്കെ ഉണ്ട്. ഇത് വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ട്രാവലിംഗ് എക്സ്പെൻസോ ഒന്നും വരുന്നില്ല. 3-4 കിലോമീറ്ററേ ഉള്ളൂ. 3 കിലോമീറ്ററേ ഉള്ളൂ വീടിനടുത്തു നിന്നും. ഫസ്റ്റ് ടിക്കറ്റൊക്കെ എടുത്തു. 3 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ. പെർ പേഴ്സൺ 50 രൂപയാണ് ടിക്കറ്റ്. അപ്പം അങ്ങനെ ഞങ്ങൾ 5 ടിക്കറ്റ് എടുത്ത് 250 രൂപയായി. പിന്നെ ബോട്ടിങ്ങിന് സ്പെഷ്യൽ ടിക്കറ്റാണ്, അത് പിന്നെ നമ്മൾ വന്നെടുക്കുന്നതായിരിക്കും. നോക്കിയിട്ട് ഞങ്ങൾ ബോട്ടിങ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫസ്റ്റ് തന്നെ അകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്പേസിൽ ഒന്നാണ് ഈ ആമ്പൽക്കുളം. ഇവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ, ചുറ്റിനും ഗ്രില്ലൊക്കെ വെച്ച് ആണ് ആമ്പൽക്കുളം. പിന്നെ നമ്മൾ കുറച്ച് നടന്നങ്ങോട്ട് പോകുമ്പം കുട്ടികൾക്കും ഒക്കെ കളിക്കാനായിട്ട് കുറേ റൈഡുകൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നിരങ്ങുന്നതും പിന്നെ ഊഞ്ഞാലുകൾ, പിന്നെ കുറേ അക്വേറിയംസൊക്കെ. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് ഇത് കണ്ടോ, ഒരു അക്വേറിയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുമ്പം കണ്ടോ, ഇതൊരു ട്രെയിനാണ്. ട്രെയിൻ ഇത് അവർക്ക് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ആദിക്കും ഇവയ്ക്കുമൊക്കെ അവർ ഓടി, അവർക്ക് കൗതുകമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഫോറസ്റ്റ് ടൂറിസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടില്ലേ, ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് അമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അമ്പ് ചെയ്യാൻ പോവാണ്. ഒരാൾക്ക് 3 ചാൻസാണ് കേട്ടോ. അതെനിക്ക് ഒരുപാട് കുറഞ്ഞതായിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് ഒരു 10 ചാൻസ് കൊടുക്കണം. ഇത് 3 ചാൻസാണ് ഒരാൾക്ക്. ഞാനാക്കി കറക്റ്റ് മെയിൻ പോയിന്റിലൊന്നും എനിക്ക് അമ്പെറിയാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ട് ഫസ്റ്റ് അമ്പ് ചെയ്യാൻ പറ്റി. കണ്ടോ, അങ്ങനെ 3 ചാൻസാണ്. ഞങ്ങളുടെ അമ്മയുടെ ചാൻസോടെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. പിന്നെ ബാക്കി ചാൻസുകളൊക്കെ ഫ്ലോപ്പായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെറിച്ച് വീണ്. കണ്ടോ, ഒരു ഗെയിമും ഇല്ലാതെ എൻ്റെ അമ്പ് പോയി. പിന്നെ എനിക്ക് ഡേഞ്ചറായിട്ട് തോന്നിയ ഒരു റൈഡ് കണ്ടോ, ഇത് കണ്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല, ചുമ്മാ തുള്ളിച്ചാടുന്നതല്ല. ഇത് ഒരു എക്സസൈസിന് ഈക്വലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ തുള്ളിച്ചാടി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുഴു ഞൊളച്ച് ചാടുന്ന പോലെ നമ്മൾ മുകളോട്ട് പോകും. നല്ല രീതിയിൽ ടയേർഡായി ഞാൻ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ മാക്സിമം 90 കിലോ ഉള്ളവർക്കും വരെ പറ്റത്തുള്ളൂ. അതിന് മുകളിലുള്ളവർക്ക് എൻട്രി ഇല്ല കേട്ടോ. 90 താഴെ. എൻ്റെ ഏതാണ്ട് നിയർ ബൈ 80 എബോവ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നല്ലൊരു ഒരു റൈഡായിരുന്നു. ഒത്തിരി അടയ്ക്കും കേട്ടോ. ഞാൻ കുഴഞ്ഞ് ഇവിടെ ഇരിക്കുക, ഞാൻ ടയേർഡായി ഒത്തിരി. പിന്നെ ആദ്യം ഇവയൊക്കെ ചാടുന്നത് നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ അക്വേറിയമാണ് കേട്ടോ. അക്വേറിയം, ഫിഷ് അക്വേറിയം. ഇവിടെ വെറൈറ്റീസ് ഓഫ് ഫിഷ് നമുക്ക് കാണാൻ പറ്റും. ആദ്യമൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരു മീനെ വീണം. വലിയ മീൻ. ആ 3 അമ്മ, ആ 3 അച്ഛൻ, ആ ചെറിയ കുഞ്ഞ്.
അടുത്ത് കിടന്ന് പറയുന്ന അച്ഛനും വന്നു നിങ്ങളും പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിലേക്കാണ് പോയത്. അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു, ഐസ്ക്രീമൊക്കെ കുടിച്ചു, പിന്നെ ഡ്രിങ്ക്സും ജ്യൂസും ഒക്കെ കുടിച്ചു. എല്ലാ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വളരെ റേറ്റൊക്കെ വളരെ കുറവ് തന്നെയാണ്. സാധാരണ നോർമലി വെളിയിൽ എങ്ങനെയാണോ അത്ര റേറ്റ് തന്നെയാണ്, ഒരു റേറ്റ് കൂടുതലുമില്ല. ഇത് നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോവാണ്. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട്. പിന്നെ ബോട്ടിങ്ങിൽ ഞങ്ങൾ ഇരുന്നപ്പം ബോട്ട് ചെറുതായിട്ട് രണ്ട് സൈഡിലോട്ട് ആടുന്നതായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി വന്നു, വെള്ളത്തിലെങ്ങാനും മുങ്ങി പോകുന്നുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഈ ബോട്ടിങ്ങിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ഒരു അറ്റത്തൊരു ഷെൽട്ടറുണ്ട്, അവിടെ നമ്മൾ സ്റ്റേ ചെയ്യും. എന്നിട്ട് തിരിച്ച് ഈ ബോട്ട് അങ്ങ് പോകും. പിന്നെ നമ്മളവിടെ ഒരു 1/4 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം. ടൈം കൊടുത്തിട്ടുണ്ട് 5 മണി എന്തോ, 5 മണിക്ക് തിരിച്ച് ആ ബോട്ട് തിരിച്ച് വരും. അങ്ങനെ മാക്സിമം 1 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ തോന്നും. അങ്ങനെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാം ചെറിയ രീതിയിലൊക്കെ. അത് നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ അധികം എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പെർ ഹെഡ് 50 രൂപയാണ്. മാക്സിമം നമുക്ക് ഇവിടെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ രാത്രി 8 മണി വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങളിത് 4 മണി എന്തോ കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോൾ അത്രയും 8 മണി വരെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അത്രയും നല്ലൊരു കാര്യം തന്നെയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അതിനനുസരിച്ച് ടൈം ലിമിറ്റേഷനൊക്കെ ഉണ്ട്. ഇത് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാം. നല്ലൊരു പ്ലേസാണ്. അപ്പം നിയർ ബൈ ലൊക്കേഷനിലുള്ളവർക്കൊക്കെ വന്ന് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ വന്ന് ബോട്ടിങ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ട്രാവലിംഗ് സ്പോട്ട് തന്നെ വേണമെങ്കിൽ പറയാം വയ്യാങ്കര ഈ ടൂറിസം. ഞങ്ങൾ ബോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു. ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. പിന്നെ ഞങ്ങളിട്ട് പോകാൻ ടൈമായി. കണ്ടോ 8 മണി ആവാറായി. ഞങ്ങൾ കറക്റ്റ് 7:45 കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു. 7:45 മുമ്പേ സ്ഥലം വിട്ടു വിടുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വയ്യാങ്കര എക്കോ ടൂറിസം. അപ്പം വരാത്തവരൊക്കെ മാക്സിമം വരാൻ പറ്റുക. വീക്കെൻഡിലൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടെ ഇതിൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി വരുന്നു. അപ്പം എൻ്റെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചെറിയ ട്രാവലിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണുക. പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും ഗായ്സ്. അതുവരേക്കും ബൈ ബൈ ഗായ്സ്.